മനസ്സിലാക്കാം. ചെവിയെ നമുക്ക് മൂന്നായി തരംതിരിക്കാം: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ചെവിക്കുട, കർണനാളം, കർണപടം എന്നിവ ചേർന്നതാണ് ബാഹ്യകർണം. ശബ്ദതരംഗം ചെവിക്കുടയിൽ തട്ടി കർണനാളത്തിലൂടെ കർണപടത്തിൽ എത്തിച്ചേരുന്നു. കർണനാളത്തിലുള്ള മെഴുകുപോലുള്ള പദാർത്ഥവും ചെറിയ രോമങ്ങളും ചെവിയെ രോഗാണുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു. ശബ്ദതരംഗം കർണപടത്തിൽ തട്ടുമ്പോൾ കർണപടം കമ്പനം ചെയ്യുകയും ഈ കമ്പനം മധ്യകർണത്തിലെ 3 അസ്ഥികളായ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നിവയിലൂടെ കടന്നുപോയി ആന്തരകർണത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് തുറക്കുന്ന യൂസ്റ്റേഷ്യൻ നാളി ചെവിക്കുള്ളിലെ മർദ്ദം ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു. ശബ്ദതരംഗം സ്റ്റേപ്പിസിൽ നിന്ന് ആന്തരകർണത്തിന്റെ ഭാഗമായ സെമി സർക്കുലാർ കനാലിലെ ദ്രവത്തിലൂടെ കടന്ന് കോക്ലിയയിൽ എത്തിച്ചേരുന്നു. സെമി സർക്കുലാർ കനാലിലെ ദ്രവം ശരീരത്തിന്റെ തുലനനില ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കോക്ലിയയിലെ മധ്യ അറയിലെ ഓർഗൻ ഓഫ് കോർട്ടിയ എന്ന കേൾവിയുടെ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന ശബ്ദതരംഗങ്ങൾ അവിടെ നിന്ന് ശ്രവണനാഡി വഴി തലച്ചോറിൽ എത്തുന്നു. തലച്ചോറിലെ കേൾവിയുടെ കേന്ദ്രത്തിൽ സന്ദേശം എത്തിച്ചേരുമ്പോഴാണ് നാം ശബ്ദം കേൾക്കുന്നത്.